മറ്റേണിറ്റി ലീവ്, പ്രസവ അവധി, KSR വോളിയം 1 പാർട്ട് ഫസ്റ്റ് റൂള് 100. പ്രസവാവധി 180 ദിവസം. പൂർണ്ണ ശമ്പളം ലഭിക്കും. പ്രൊബേഷൻ കാലയളവിൽ ഇത് ഡ്യൂട്ടിയായിട്ട് പരിഗണിക്കും. എത്ര പ്രാവശ്യം വേണമെങ്കിലും പ്രസവാവധി എടുക്കാം. ഇതുവരെയും ലിമിറ്റ് ചെയ്തിട്ടില്ല. ഡെലിവറി 180 ദിവസത്തിനുള്ളിലോ ഡെലിവറി നടന്ന ദിവസം മുതൽ 180 ദിവസം വരെയോ ഈ അവധി എടുക്കാവുന്നതാണ്. ഡെലിവറി ഡേറ്റ് പരിഗണിക്കാതെ ജീവനക്കാരുടെ സൗകര്യാർത്ഥം മുൻപോട്ട് നീട്ടി പ്രസവാവധി എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന അധ്യാപികമാർ വെക്കേഷൻ കാലയളവായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഡെലിവറി നടന്നാൽ ആ കാലയളവ് ഒഴിവാക്കി അടുത്ത ജൂൺ മുതൽ പ്രസവാവധി എടുക്കുന്ന പ്രവണത ഉണ്ടായിരുന്നു. സർക്കാർ ഇത് ഓഡിറ്റിലൂടെ കണ്ടെത്തി ഇങ്ങനെയുള്ളവരിൽ നിന്നും പൈസ തിരിച്ചടപ്പിച്ചിട്ടുണ്ട്. പ്രസവാവധിയെ തുടർന്ന് 60 ദിവസത്തിൽ താഴെ ശൂന്യവേതന അവധിയെടുക്കാം. ഇതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട. എങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന എല്ലാവിധ ബെനഫിറ്റും കിട്ടുന്നതാണ്. ഈ കാലയളവ് ഇൻക്രിമെൻറ്റിനും പരിഗണിക്കും. സർക്കാർ ജോലി ലഭിക്കുന്നതിന് മുമ്പ് ഡെലിവറി നടക്കുകയും അതിനുശേഷം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്താൽ ജോയിൻ ചെയ്ത തീയതിയിൽ ഡെലിവറി ഡേറ്റ് മുതൽ 180 ദിവസം വരെ ബാലൻസ് എത്ര ദിവസമുണ്ടോ ആ കാലയളവ് പ്രസവാവധിയായി ഉപയോഗിക്കാം. ഉദാഹരണമായി ഡെലിവറി കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞാണ് ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽ ബാലൻസായ 180 ദിവസം വരെ പ്രസവാവധിയായി ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. താൽക്കാലിക ജീവനക്കാർക്കും പ്രസവാവധിയായി 180 ദിവസത്തിന് അർഹതയുണ്ട്. താൽക്കാലിക ജീവനക്കാർ 1 വർഷത്തിലേറെ സർവീസിൽ തുടരുന്നതും എന്നാൽ പ്രസവാവധി എടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ സർവീസിൽ തുടരാൻ അർഹതയുള്ളവർക്കും മാത്രമാണ് ഈ അവധി ലഭിക്കുക. താങ്ക് യു.